ഹിന്ദു മതവിശ്വാസികൾക്ക് അതീവ പ്രാധാന്യമുള്ളതാണ് കുലദേവത ആരാധന. പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനായി വലിയ പണച്ചിലവും യാത്രാക്ലേശങ്ങളും നീണ്ട കാലതാമസവുമൊക്കെ സഹിക്കാൻ തയ്യാറാവുന്ന പല വിശ്വാസികളും സ്വന്തം കുലദേവതയെ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും കാണിക്കാത്ത ഒരു സ്ഥിതി പൊതുവിൽ കണ്ടുവരുന്നുണ്ട്. പേരുകേട്ട ക്ഷേത്രങ്ങളിൽ പോയി മണിക്കൂറുകൾ ക്യൂ നിൽക്കാൻ മടി കാട്ടാത്തവർ സ്വന്തം ധർമ്മദൈവത്തെ അല്ലെങ്കിൽ കുടുംബദേവതയെ അത് അധികം ദൂരത്തല്ലെങ്കിൽ പോലും തൊഴുതു വരാൻ മടിക്കുന്ന പ്രവണത ഇതിലൂടെ വലിയ അനാദരവാണ് കാട്ടുന്നത്. വർഷത്തിൽ 2 അല്ലെങ്കിൽ 1 തവണയെങ്കിലും സ്വന്തം പരദേവതയെ ഒന്ന് കണ്ട് വണങ്ങുന്നതിലൂടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. ധർമ്മദൈവം, കുടുംബദേവത, പരദേവത, കുലദേവത എന്നെല്ലാം വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ദൈവസങ്കല്പത്തിന് ഒരാളുടെ സംരക്ഷകൻ എന്ന സ്ഥാനമാണുള്ളത്. പഴയകാലത്ത് കുടുംബദേവതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിപ്പോരുന്നു. ഏത് മൂർത്തിയേക്കാളും ഒരു ഭക്തന് തുണയും സംരക്ഷണവും നൽകുന്ന ശക്തിയായി പരദേവതയെ കരുതി ആരാധിച്ചു പോരുന്നു എന്നതായിരുന്നു നമ്മുടെ പരമ്പരാഗത രീതി. വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തും എന്നതാണ് കുലദേവതാ സങ്കല്പം. ഒരു കുഞ്ഞിന് മാതാവ് എന്നതുപോലെ പ്രാധാന്യമുള്ളതാണ് ഒരു ഭക്തന് അല്ലെങ്കിൽ ഭക്തയ്ക്ക് അവരുടെ കുടുംബദേവതയും. മാതാവിൻ്റെ വഴിയിലൂടെയോ പിതാവിൻ്റെ വഴിയിലൂടെയോ ആണ് കുടുംബദേവതാ സങ്കല്പം പ്രധാനമായും നിലനിന്ന് വരുന്നത്. ആദ്യ പ്രാധാന്യം കുലദേവതയ്ക്ക് നൽകുന്നതിന് കാരണം അവരാണ് നമ്മുടെ സംരക്ഷക ശക്തി എന്നതിനാലാണ്. കുലദേവതയെ മറന്നു ചെയ്യുന്ന ആരാധനകളോ പ്രവൃത്തികളോ ഒന്നും പൂർണ്ണത കൈവരിക്കില്ലെന്നും പറയപ്പെടുന്നുണ്ട്. രക്തബന്ധത്തിലൂടെ തലമുറകളിൽ ആരാധനാരീതികൾ നമ്മളിലേക്ക് പകർന്നു തരുന്നതാണ് കുലദേവതാ സങ്കല്പം. നമ്മുടെ സംരക്ഷകർ മാത്രമല്ല കുലദേവത, പൂർവികരുടെയും പരമ്പരയുടെയും കൂടി സംരക്ഷണമാണ് അവർ. ഒരാളുടെ കുടുംബത്തിൻ്റെ ആത്മീയ അടിത്തറ, പൈതൃകം എല്ലാം കുലദേവതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത്. പൂർവികരുടെ ആത്മീയ പാരമ്പര്യത്തെ പകർന്നു കിട്ടുന്നതിനും കുലദേവത ആരാധനയിലൂടെ സാധ്യമാകുന്നു. ഇതിലൂടെ പൂർവികരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തപ്പെടുമെന്നും ആത്മീയമായ ഔന്നത്യം ലഭിക്കുകയും ചെയ്യുന്നു. പൂർവികരുടെ പുണ്യം വരും തലമുറയ്ക്ക് അനുഭവയോഗ്യമാകും എന്നതുപോലെ തന്നെയാണ് കുലദേവത ആരാധനയുടെ ഫലം പരമ്പരയിലേക്ക് കൈമാറപ്പെടുന്നു എന്നുള്ളത്. നല്ല പരമ്പര ലഭിക്കുന്നതിൽ പരദേവത ആരാധനയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന് ആപത്തുകളിൽ നിന്ന് അതിൻ്റെ രക്ഷിതാവ് കാക്കുന്നത് പോലെയാണ് കുലദേവതയും. ആപത്തുകളെ മുൻകൂട്ടി അറിഞ്ഞു രക്ഷിക്കുന്ന ശക്തിയാണ് പരദേവത. ശക്തമായ കുലദേവത ആരാധനയിലൂടെ നിരവധി അപകടങ്ങളും ഒഴിവാക്കാനായി സാധിക്കുന്നു. നമ്മൾ പോലും അറിയാതെ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന വലിയൊരു ശക്തിയാണിത്. പൂർവികരുടെ കർമ്മങ്ങളുടെ സംരക്ഷകരായും കുലദേവതയെ കരുതിപ്പോരുന്നു. വിവാഹം, സന്തതി, സമ്പത്ത്, ഐശ്വര്യം ഇതെല്ലാം കുലദേവതാ പ്രീതിയിലൂടെ സാധ്യമാകുന്നു. ഈ ഘടകങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കുലദേവത അനുഗ്രഹം അത്യാവശ്യ കാര്യമാണ്. സന്തോഷകരവും ശക്തവും കുടുംബ ബന്ധങ്ങൾ, നല്ല സന്താനങ്ങൾ എന്നിവയും കുലദേവതാ പ്രീതിയിലൂടെ ലഭിക്കുന്നു. നിശബ്ദമായ ഒരു സംരക്ഷണ വലയം നമുക്ക് ചുറ്റും തീർക്കുന്ന കുലദേവത ആരാധന അർപ്പിക്കാത്ത സാഹചര്യത്തിൽ പോലും കുലദേവത നമുക്ക് ശിക്ഷാരൂപത്തിൽ പ്രവർത്തിക്കുന്നതുമില്ല. എങ്കിലും അവിടെ നിന്നുള്ള സംരക്ഷണ വലയം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. കുലദേവതയെ മറക്കുകയും ആരാധന നടത്താത്തതുമായ സാഹചര്യത്തിൽ തുടർച്ചയായ കുടുംബ പ്രശ്നങ്ങൾ, കാര്യതടസ്സം, വിവാഹം നടക്കാത്ത അവസ്ഥ, വിവാഹിതരിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സ്വത്ത് തർക്കം, സാമ്പത്തിക നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നു. പൂർവികരോടുള്ള ആദരവും കടപ്പാടും കൂടിയാണ് കുലദേവത ആരാധനയിലൂടെ ചെയ്യുന്നത്. കുടുംബത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് മുന്നേ കുലദേവതാ ക്ഷേത്ര സന്ദർശനം നടത്തുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് പഴയ കാലത്ത് പതിവുള്ള കാര്യമായിരുന്നു. പലരും ഇന്ന് ഇതെല്ലാം ആചരിച്ചു പോരുകയും ചെയ്യുന്നു. കുലദേവത ആരാധനയിൽ മുടക്കം വരുത്താതെ നടത്തുന്ന കുടുംബങ്ങളിൽ ഐശ്വര്യം നിലനിൽക്കുന്നതായും വിശ്വസിച്ചു പോരുന്നു. ദിവസ പ്രാർത്ഥനയിൽ കുലദേവതയെ സ്മരിക്കുന്നത് നല്ല ഫലങ്ങളെ നൽകുന്നു. കുടുംബങ്ങളെ, തലമുറകളെ ഒക്കെ വിളക്കി ചേർക്കുന്നതാണ് കുലദേവതാ സങ്കല്പം. പലപ്പോഴും ദൂരദേശവാസം, മറന്നു കളയുന്ന അവസ്ഥ, ജീവിത തിരക്ക് എന്നിവ കുലദേവതയെ മറന്നുപോയ ദേവത എന്ന സങ്കല്പത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ജനനം, വിവാഹം, പുതിയ താമസ സൗകര്യം എന്ന പ്രധാന ചടങ്ങുകളിലെല്ലാം കുലദേവതാ പൂജ നടത്തുകയും അനുഗ്രഹം തേടേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ ഈ സങ്കല്പം അവഗണിക്കപ്പെടുന്നതോ പരിഗണിക്കപ്പെടാതെ വരുമ്പോഴോ സ്വാഭാവികമായും ബന്ധങ്ങളിൽ വിള്ളലാണ് സംഭവിക്കുന്നത്. കുലദേവത ഒരിക്കലും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നില്ല. മറിച്ച് ആരാധന മുടങ്ങുമ്പോൾ ഒരു സംരക്ഷണ ശക്തിയുടെ അഭാവത്തിലാണ് ദോഷം കാര്യങ്ങൾ സംഭവിക്കുന്നത്. തീർച്ചയായും കുലദേവത ആരാധന ചെയ്യുകയും പരമ്പരകൾക്ക് അതിനെപ്പറ്റി അറിവുകൾ നൽകുകയും
കുറഞ്ഞ പക്ഷം കുലദേവതാ ക്ഷേത്രത്തെപ്പറ്റിയുള്ള അറിവെങ്കിലും പകർന്നു നൽകുകയും ചെയ്യണം. ആപത്ത് ഘട്ടത്തിൽ നമുക്ക് ഉടനടി ഒരു സഹായം ലഭിക്കുക കുലദേവതയിൽ നിന്നാണെന്ന കാര്യം പൂർവികരും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് കുലദേവത ആരാധന എന്ന കാര്യവും മനസ്സിലാക്കാനായി സാധിക്കും.